സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മധ്യബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപം കൊണ്ടു. ജില്ലയിൽ നിന്ന് ഓറഞ്ച് അലർട്ട്. പുള്ള മനക്കുടി റോഡിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചു. അന്തരിച്ച രാഷ്ട്രീയ വ്യവസായ സംഘടനാ നേതാവ് ബിന്നി ഇമ്മട്ടിക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. സിപിഎം തൃശൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലും സ്പോർട്സ് കൌൺസിൽ ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ജനനായകൻ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 1 വയസ്സ്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ജനകീയ മുഖമായിരുന്നു ഉമ്മൻചാണ്ടി. ജില്ലയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. ജില്ലയിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകളായി 20 കുടുംബങ്ങളിൽ നിന്നുള്ള 75 പേരാണ് കഴിയുന്നത്. പലയിടങ്ങളിലും മരങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീരദേശ മേഖലകളിലും വെള്ളക്കെട്ട് ഭീഷണിയിൽ തുടരുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ പുള്ള മനക്കുടി റോഡിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചു. പാടശേഖരങ്ങളിൽ വെള്ളം ഉയർന്ന റോഡിന് മുകളിലൂടെ കവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് നടപടി. അന്തിക്കാട് പോലീസ് ഇടപെട്ടാണ് ഇതുവഴി ഗതാഗതം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. മനക്കുടി പുള്ള റോഡും മനക്കുടി കോടന്നൂർ ശാസ്താംകടവ് റോഡും അടച്ചു. തൃശൂരിലേക്കുള്ള എളുപ്പവഴിയായതിനാൽ ഇതുവഴി നിരവധി വാഹനങ്ങളാണ് ഇടതടവില്ലാതെ സഞ്ചരിച്ചു വരുന്നത്. കനത്ത മഴയിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ ഇഞ്ചക്കുണ്ടിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ഇഞ്ചക്കുണ്ട് നീണ്ടുതലയ്ക്കൽ ജസ്റ്റിന്റെ വീട്ടുകിണറാണ് ആൾമറയടക്കം ഇടിഞ്ഞു താഴ്ന്നത്. കാലവർഷക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഫോറസ്റ്റ്, പോലീസ്, KSEB, വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ, പൊതുമരാമത്ത്, ആരോഗ്യം, റവന്യൂ തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. അടിയന്തര സാഹചര്യമുണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അടിയന്തര സഹായത്തിനായി വിവിധ വകുപ്പുകളുടെ കൺട്രോൾ റൂം തുറക്കുന്നതിനും യോഗത്തിൽ നിർദ്ദേശം നൽകി. പാണഞ്ചേരി വീട്ടുശ്ശേരിയിൽ റോഡരികിലെ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. റോഡരികിലെ കമ്പിവേലിയുടെ പോസ്റ്റുകൾ വീഴാറായ നിലയിലാണ്. നിരവധി കുടുംബങ്ങളുടെ ആശ്രയമായ റോഡരികിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്ന് പറയുന്നു. മരങ്ങൾ മുറിച്ചുമാറ്റി അപകട സാധ്യത ഇല്ലാതാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഏനാമാവ് കെട്ടുങ്ങലിൽ വാഹനമിടിച്ച് വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. കാഞ്ഞാണി ഏനാമാവ് റോഡിൽ വാഹന ഗതാഗതം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ഈ മേഖലയിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ഇടിച്ച വാഹനം നിർത്താതെ പോകുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വൈദ്യുതി വകുപ്പ് ജീവനക്കാരെത്തി തടസ്സം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അളഗപ്പ നഗർ പയ്യാക്കരയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. പയ്യാക്കര മാപ്രാണി ജോയിയുടെ ഓടിട്ട വീടാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. വീടിന്റെ അടുക്കളവശം പൂർണ്ണമായി നിലംപൊത്തി. ജോയിയും ഭാര്യയും 2 മക്കളുമാണ് വീട്ടിൽ താമസം. അപകട സമയത്ത് ജോയിയുടെ മകൻ വീടിനകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാലപ്പഴക്കമുള്ള വീടിന്റെ ചുമരും വീണ നിലയിലാണ്. ആമ്പലു വില്ലേജ് ഉദ്യോഗസ്ഥരും അളഗപ്പ നഗർ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. വാർഡ് മെമ്പർ ജിജോ ജോണിന്റെ നേതൃത്വത്തിൽ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. തൃശൂർ ചെമ്പുകാവ് വൈദ്യുതി ലൈനിലേക്ക് തെങ്ങ് വീണു. റോഡിൽ വാഹനങ്ങളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ഫയർഫോഴ്സ് എത്തി തെങ്ങ് മുറിച്ചു നീക്കി. മുള്ളൂർക്കര ആറ്റൂർ അസുരൻകുണ്ട് ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വീണ്ടും ഷട്ടറുകൾ ഉയർത്തി. ചേലക്കര ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് രാവിലെ 9 മണിയോടെ 3 ഷട്ടറുകൾ തുറന്നത്. 6 സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഏങ്ങണ്ടിയൂർ ഏത്തായിൽ കനത്ത വെള്ളക്കെട്ടിൽ നിരവധി വീട്ടുകാർ ദുരിതത്തിൽ. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് MI മിഷൻ ആശുപത്രിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ കൾവട്ട് അടച്ചുപൂട്ടിയാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാനിടയാക്കിയത്. ഏത്തായി സെന്ററിന് സമീപം പറപ്പറമ്പിൽ ഹരീഷ്, മഹേഷ്, മനോജ് എന്നിവരുടെ വീടിന്റെ പരിസരത്താണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. 4 ദിവസത്തിലേറെയായി വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം രൂക്ഷമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. സമീപത്തെ LP സ്കൂളും പരിസരവും വെള്ളക്കെട്ടിലാണ്.
അന്തരിച്ച രാഷ്ട്രീയ വ്യവസായ സംഘടനാ നേതാവ് ബിന്നി ഇമ്മട്ടിക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. CPM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ അദ്ദേഹത്തിന്റെ മൃതദേഹം രാവിലെ പാർട്ടി ഓഫീസിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, MLA P ബാലചന്ദ്രൻ, കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് BS സുനിൽകുമാർ, മുൻ MP CN ജയദേവൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, ഏരിയ സെക്രട്ടറി K രവീന്ദ്രൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചു. തുടർന്ന് ജില്ലാ സ്പോർട്സ് കൌൺസിൽ ആസ്ഥാനമായ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ LDF കൺവീനർ EP ജയരാജൻ, AC മൊയ്തീൻ MLA, സ്പോർട്സ് കൌൺസിൽ ഭാരവാഹികളും കായിക താരങ്ങളും വ്യവസായ പ്രമുഖരും സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവരും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. പിന്നീട് ആമ്പക്കാടൻ ജംഗ്ഷനിലെ ഇമ്മട്ടി ടവറിലുള്ള വസതിയിലെത്തിച്ചു. വൈകിട്ട് 4-ന് കിഴക്കേക്കോട്ട മറിയോഹനാൻ മംതാന പള്ളിയിലാണ് സംസ്കാരം. തുടർന്ന് കിഴക്കേക്കോട്ടയിൽ സർവകക്ഷി അനുസ്മരണ യോഗവും നടക്കും. കേരള വ്യാപാരി വ്യവസായി സമിതി സ്ഥാപക നേതാവായ അദ്ദേഹം സമിതി സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചു. നിലവിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റാണ്. തൃശൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു ബിന്നി ഇമ്മട്ടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദീപ്തമായ ഓർമ്മകൾക്ക് ഇന്ന് 1 വയസ്സ്. ജനഹൃദയങ്ങൾ കീഴടക്കിയ മുഖ്യമന്ത്രി ഇന്നും കണ്ണീരോർമ്മയാണ്. നിഷ്കളങ്കമായ പുഞ്ചിരിയും നിരവധി വികസന പ്രവർത്തനങ്ങളുമായി ജനഹൃദയങ്ങൾ കീഴടക്കിയ നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി. ജനസമ്പർക്ക പരിപാടി എന്ന ഒറ്റ ജനകീയ പരിപാടി മതി ഈ രാഷ്ട്രീയ ചാണക്യനെ ജനം ഓർക്കാൻ. 2004, 2006, 2011, 2016 എന്നീ 4 വർഷങ്ങളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. 2004-ലാണ് ഉമ്മൻചാണ്ടി ആദ്യം മുഖ്യമന്ത്രിയാകുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് AK ആന്റണി രാജിവെച്ചതിനെ തുടർന്നാണ് ഉമ്മൻചാണ്ടി ആദ്യം മുഖ്യമന്ത്രിയാകുന്നത്. പിന്നീട് 2006 വരെ മുഖ്യമന്ത്രിയായി. തുടർന്ന് 5 വർഷം പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു. 2011-ൽ വീണ്ടും മുഖ്യമന്ത്രിയായി തിരിച്ചെത്തി. 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ സർക്കാരിനെ ഉമ്മൻചാണ്ടിയുടെ നയതന്ത്ര വൈദഗ്ധ്യമായിരുന്നു 5 വർഷം പൂർത്തിയാക്കാൻ സഹായിച്ചത്. ഭരണത്തിന്റെ അവസാന നാളുകളിൽ സോളാർ ബാർ വിവാദം സംസ്ഥാനത്തെ പിടിച്ചുലച്ചെങ്കിലും ഈ രാഷ്ട്രീയ നേതാവ് കുരുങ്ങിയില്ല. 1977-78 കാലഘട്ടത്തിൽ K കരുണാകരൻ മന്ത്രിസഭയിലും കരുണാകരൻ രാജിവെച്ച് AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോഴും 2 സർക്കാരുകളിലും തൊഴിൽ മന്ത്രിയായി. 1981 ഡിസംബർ മുതൽ 1982 മാർച്ച് വരെ K കരുണാകരൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായും 1991-ൽ K കരുണാകരൻ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ചു. 1982-ൽ നിയമസഭാ കക്ഷി ഉപനേതാവായി. 1982-86 കാലഘട്ടത്തിൽ UDF കൺവീനറായും പ്രവർത്തിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഇന്നും ജനഹൃദയങ്ങളിൽ ദീപ്തമായ ഓർമ്മയാണ്. ന്യൂസ് ഡെസ്ക് TCV. രാഷ്ട്രീയത്തിലതീതമായി മനുഷ്യനെ സ്നേഹിച്ച ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി എല്ലാ സാമൂഹ്യ പ്രവർത്തകർക്കും ഒരു പാഠപുസ്തകമാണ്. കേരളത്തിന്റെ ഒരുപാട് വികസനങ്ങൾക്ക് തുടക്കം കുറിച്ച ആളാണ് ഉമ്മൻചാണ്ടി. പാർട്ടി പ്രവർത്തകരുടെ ഐക്യമില്ലായ്മയാണ് നമ്മുടെ ദൗർബല്യമെന്നും ഒരുമിച്ച് നിന്നാൽ വൻ വിജയം നേടാൻ സാധിക്കുമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ഉമ്മൻചാണ്ടി മരിച്ചിട്ടും ജീവിക്കുന്ന നേതാവാണെന്നും ജനങ്ങളുടെ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ ഊർജ്ജമെന്നും അനുസ്മരണ പ്രഭാഷണം നടത്തിയ മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അനുസ്മരിച്ചു. മുൻ DCC പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ, O അബ്ദുറഹ്മാൻകുട്ടി, MP വിൻസെന്റ്, PA മാധവൻ, മുൻ മേയർ IP പോൾ, അനിൽ അക്കര തുടങ്ങിയവർ അനുസ്മരിച്ചു. ചടങ്ങിൽ പാർട്ടിയുടെ ബ്ലോക്ക്, മണ്ഡലം, ബൂത്ത് കമ്മിറ്റി ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീ ഉമ്മൻചാണ്ടി എന്ന കാര്യം വളരെ വ്യക്തമായി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഉമ്മൻചാണ്ടി കടന്നുപോയി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ ഈസ്റ്റ് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പുഷ്പാർച്ചയും അനുസ്മരണവും സംഘടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് നിജി ജസ്റ്റിൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോർജ് ചാണ്ടി അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ ലീല വർഗീസ്, മേഴ്സി അജി, മുൻ കൌൺസിലറും മണ്ഡലം പ്രസിഡന്റുമായ TR സന്തോഷ് കുമാർ, AR ചന്ദ്രൻ, JV പുളിക്കൻ, മോഹൻ ഇമ്മട്ടി തുടങ്ങി മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും പങ്കെടുത്തു.
ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. മണിപ്പാലിൽ വെച്ചായിരുന്നു അന്ത്യം. തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്ഥാപകനും സ്ഥാപക ഡയറക്ടറുമായിരുന്നു. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VC ആയിരുന്നു. രാജ്യം പത്മശ്രീയും പത്മവിഭൂഷണും നൽകി ആദരിച്ച ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാണ് വിട പറഞ്ഞത്. ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലൂടെയാണ് അദ്ദേഹം മലയാളികൾക്കിടയിൽ സുപരിചിതനായത്. ഹൃദയ ശസ്ത്രക്രിയ മേഖലയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരീക്ഷണങ്ങളിലെ വിജയം ഇന്ത്യയിൽ തന്നെ ഹൃദയ ശസ്ത്രക്രിയാ മേഖലയിൽ വലിയ മാറ്റവും പുരോഗതിയും സൃഷ്ടിച്ചു. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് ജനതാദൾ എസ് പ്രവർത്തകർ തൃശൂരിൽ BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നീറ്റ് പരീക്ഷ കാര്യക്ഷമമാക്കുക, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, പരീക്ഷാ പേപ്പർ ചോർത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. മുൻ കൌൺസിലർ UJ തോമസ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പള്ളി, രാഘവൻ മുളങ്ങാടൻ, സംസ്ഥാന കൌൺസിൽ അംഗം പ്രകാശൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിജു ആന്റണി, ജില്ലാ ട്രഷറർ ജോസഫ് ആളുകാരൻ, കോർപ്പറേഷൻ കൌൺസിലർ ഷീബ ബാബു, യുവ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം PM ഉമേഷ് എന്നിവർ പങ്കെടുത്തു. തൃശൂർ സ്വദേശിയായ മാവോയിസ്റ്റ് കൊച്ചിയിൽ പിടിയിൽ. വിയൂർ സ്വദേശി മനോജാണ് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായത്. എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടിയിലായത്. തൃശൂർ ഒളരി റോഡിലെ അപകടക്കുഴി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അടച്ച് പ്രതിഷേധിച്ചു. ബുധനാഴ്ച വൈകിട്ട് കാഞ്ഞാണി റോഡിൽ ഒളരി സെന്ററിലെ വലിയ കുഴിയിൽ ബൈക്ക് ചാടി മറിഞ്ഞുണ്ടായ അപകടത്തിൽ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റിരുന്നു. ഇതിനോടകം നിരവധി വാഹനങ്ങൾ ഈ കുഴിയിൽ വീണ അപകടത്തിൽപ്പെട്ടിരുന്നു. എന്നിട്ടും കുഴി നികത്താൻ അധികൃതർ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് അധികൃതരെ കണ്ണു തുറക്കുന്ന മുദ്രാവാക്യവുമായി ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. PWD റോഡിന്റെ അപകടം നിറഞ്ഞ 3 കുഴികൾ പാർട്ടി പ്രവർത്തകർ കോറി വേസ്റ്റ് നികത്തി അടച്ചു. സംഘടന തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ, അബ്ദുൾ മജീദ് എന്നിവർ നേതൃത്വം നൽകി. 50 വർഷത്തിലധികം മച്ചാട് വിദ്വാൻ ഇളയത് സ്മാരക വായനശാല സെക്രട്ടറിയായി പ്രവർത്തിച്ച മച്ചാട് T നീലകണ്ഠന്റെ 6ാം ചരമവാർഷികം ആചരിച്ചു. വായനശാല ഹാളിൽ നടന്ന അനുസ്മരണ യോഗം തെക്കുംകര പഞ്ചായത്ത് അംഗം K രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TS കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ MN കൃഷ്ണൻകുട്ടി, PK ജയറാം, തോമസ് M മാത്യു, T പ്രകാശ്, ജോണി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. വൃക്ക രോഗികളുടെ സംരക്ഷണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ M രാധിക പറഞ്ഞു. കേരള NGO അസോസിയേഷൻ തൃശൂർ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് നിർധനരായ 20 ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ബ്രാഞ്ച് പ്രസിഡന്റ് PF രാജു അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS മധു, ബ്രാഞ്ച് സെക്രട്ടറി VA ഷാജു, ആശുപത്രി RMO ഡോക്ടർ ഷാജി, HDS മെമ്പർ KN നാരായണൻ, KGOU ജില്ലാ കമ്മിറ്റി അംഗം KP ഗിരീഷ് എന്നിവർ സംസാരിച്ചു. സേനകളിലേക്ക് കൂടുതൽ വനിതകൾ വരേണ്ടതുണ്ടെന്ന് ജില്ലാ റൂറൽ പോലീസ് മേധാവി നവനീത് ശർമ്മ പറഞ്ഞു. മാള സൊക്കാർസോ CGHSലെ വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈകാതെ എല്ലാ സേനയിലും ആൺപെൺ വ്യത്യാസമില്ലാതെ പൊതു നിയമനങ്ങൾ ഉണ്ടായേക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദയ പ്രോവിൻസ് എഡ്യൂക്കേഷൻ കൌൺസിലർ സിസ്റ്റർ ടെസ്ലിൻ അധ്യക്ഷയായി. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, വാർഡ് മെമ്പർ TV യദു കൃഷ്ണൻ, പ്രിൻസിപ്പൽ സിസ്റ്റർ അനറ്റ്, PTA പ്രസിഡന്റ് CR ശ്രീജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ കേരളത്തിൽ SIയും ഇപ്പോൾ ജനറൽ ന്യൂട്രലായി എത്ര വർഷം? 10 വർഷം, 5-10 വർഷം റീസെന്റ് പണ്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറ്റ്സ് ഓപ്പൺ ടു ഓൾ. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര കവാടത്തിനരികിൽ മുറിച്ചിട്ട മരശിഖരങ്ങൾ നീക്കം ചെയ്തു. ആധുനിക രീതിയിൽ നിർമ്മാണം നടത്തിയ കല്ലുംപുറം പഴഞ്ഞി റോഡരികിലെ കാനയിലേക്ക് ആൽമരത്തിന്റെ വേരിറങ്ങി കാനയിലെ നീരൊഴുക്ക് തടസ്സപ്പെടുന്നു എന്നാരോപിച്ച് പഞ്ചായത്ത് മരം മുറിച്ചു മാറ്റിയത്. എന്നാൽ വലിയ മരശിഖരങ്ങൾ നീക്കം ചെയ്യാത്തത് മേഖലയിൽ കൂടുതൽ വെള്ളക്കെട്ടിന് ഇടയാക്കി. പൊതുമരാമത്തിന് കീഴിലുള്ള മരം ലേലം വിളിക്കാൻ ആളില്ലാത്തതിനാലാണ് നീക്കം ചെയ്യാതിരുന്നത്. മഴ കനത്തതോടെ കാനയിൽ കിടക്കുന്ന മരശിഖരങ്ങൾ മേഖലയിൽ കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടാക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മരം ക്രെയിൻ ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് മാറ്റി. ഇതോടെ കാനയിലെ നീരൊഴുക്കിനും റോഡിലെ വെള്ളക്കെട്ടിനും താൽക്കാലിക പരിഹാരമായി.
അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് 67കാരന്റെ ഒറ്റയാൾ സമരം. പെരുമ്പിലാവ് സ്വദേശി മൂഞ്ഞാർ ബാബുവാണ് മരത്തിന് ചുവട്ടിൽ മണിക്കൂറുകളോളം ഒറ്റയാൾ സമരം നടത്തിയത്. സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഏതു നിമിഷവും നിലം പൊത്താറായ രീതിയിൽ പാഴ്മരം നിലകൊള്ളുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് മരത്തിന് ചുവട്ടിൽ സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ കാത്തുനിൽക്കുന്നത്. അപകടാവസ്ഥയിലായ മരം മുറിച്ചു നീക്കണം എന്നാവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും പറയുന്നു. ഞാനിതിനു മുമ്പും പലരോടും പരാതി പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ പൂമരത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ ഞാൻ കിടക്കണം കണ്ടപ്പോൾ എനിക്ക് കുട്ടികളെ ഇവിടെ ഇരിക്കണം കണ്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ഇവിടെ അടിഞ്ഞുകൂടി ഇരിക്കും. കുറേ നേരം കഴിഞ്ഞിട്ട് അവർ പോകലും. ആ സമയത്താണ് മഴയും കാറ്റും വന്ന് വീഴുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളുടെ അതിൻ്റെ കുടുംബക്കാരെ കണ്ണീര് കാണുന്നത്. വീടിന് മുകളിലേക്ക് വീണ മരം മുറിച്ചു നീക്കുകയോ എടുത്തുമാറ്റുകയോ ചെയ്യാത്തതിനാൽ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങി വീട്ടുടമ. തിങ്കളാഴ്ചയാണ് പെരുമ്പിലാവ് മണിയറക്കോട് തെക്കത്ത് വളപ്പിൽ അബ്ദുൾ ഗഫൂറിന്റെ വീടിന് മുകളിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ വേങ്ങമരം കടപുഴകി വീണത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് മരം വീണതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് വീട്ടുടമ പറഞ്ഞു. 4 വർഷത്തോളമായി മരം തന്റെ വീട്ടിലേക്ക് വീഴുമെന്ന ആശങ്കയിൽ പഞ്ചായത്തിലും വില്ലേജിലും പരാതി നൽകുകയും വീടിന്റെ അതിർത്തിയിൽ വീഴാറായി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും മുറിച്ചു മാറ്റണമെന്ന് അധികൃതർ ഉടമസ്ഥനെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മരത്തിന്റെ ഉടമയുടെ അനാസ്ഥയാണ് ഇപ്പോഴുണ്ടായ അപകടത്തിന് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി. രാജേന്ദ്രൻ സ്ഥലം സന്ദർശിച്ചു. പരാതി കൊടുക്കലാണ് പഞ്ചായത്തിൽ കളക്ടറേറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ താലൂക്കിൽ കൊടുത്തു, വില്ലേജിൽ കൊടുത്തു. നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. 2024 വരെ കഴിഞ്ഞ 23 വരെ ലാസ്റ്റ് വരെ അധികം പരാതി കൊടുത്തിട്ടുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അന്വേഷിക്കാറുണ്ട്. മുറിച്ചാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരാരും വഴിക്ക് വരാറുമില്ല, ഒന്നുമില്ല. മരം നമ്മുടെ വീടിന് ഭീഷണി വീണ് ഇനി ബാക്കിയുള്ള മരങ്ങളെല്ലാം നമ്മുടെ വീടിന് ഭീഷണിയായിട്ടാണ് നിൽക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കരിമുത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. എ ബഷീർ ചടങ്ങിൽ അധ്യക്ഷനായി. ഭാരവാഹികളായ സന്തോഷ് എറക്കാട്ട്, അൽഫോൺസ ഫ്രാൻസിസ്, ജെയിംസ് കുണ്ടുകുളം, CP ഔസേബ്, PJ ക്രിസ്റ്റിൻ, ആൽബിൻ പാണയങ്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുതൂർക്കര 60-61 ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനവും അനുസ്മരണ യോഗവും നടത്തി. മുതിർന്ന നേതാവ് RV മണി, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി K രാമചന്ദ്രൻ, PR വിജയകുമാർ, ബൂത്ത് പ്രസിഡന്റുമാരായ സുരേഷ് മഠത്തിൽ, പുഷ്പൻ, സാബു തരകൻ എന്നിവർ സംസാരിച്ചു. ചായപ്പൻകുഴി സെന്ററിൽ ബൂത്ത് 52-53 കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് VO ജോസ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ TL ദേവസി, ജിജി പോൾ, പരിയാരം ബ്ലോക്ക് കമ്മിറ്റി അംഗം KM ജോസ്, TB ദേവരാജ് എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം കോടാലിയിൽ ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. AM ബിജു, CH സാദത്ത്, ബെന്നി തൊട്ടുങ്ങൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, ലിനോ മൈക്കിൾ, സിജിൽ ചന്ദ്രൻ, തങ്കമണി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചാവക്കാട് ടൗണിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KD വീരമണി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ KV ഷാനവാസ്, കോൺഗ്രസ് നേതാക്കളായ C ബക്കർ, TH റഹീം, ജമാൽ താമരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഈഴുവത്തുരുത്തി കുമ്പളത്ത് പടിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പവിത്രകുമാർ ഉദ്ഘാടനം ചെയ്തു. K അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. P ശശിധരൻ, E രാധാകൃഷ്ണൻ, U ജലീൽ, P ഗഫൂർ, K ജമാൽ, EP ശരവണൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം ഓഫീസിൽ നടന്ന ചടങ്ങിൽ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ ജെയിംസ് അധ്യക്ഷനായി. P മണികണ്ഠൻ, മാർട്ടിൻ ചാലിശ്ശേരി, അനസ് കൈപ്പള്ളി, മോഹനൻ പച്ചാമ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ NK കബീർ, TN നമ്പീശൻ, K ഗോവിന്ദൻകുട്ടി, KR രാധിക എന്നിവർ പങ്കെടുത്തു.
മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അണ്ടത്തോട് മേഖലാ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. അണ്ടത്തോട് സെന്ററിൽ നടന്ന പരിപാടി DCC സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് മൂസ ആലത്തയിൽ അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് NR ഗഫൂർ, പരീദ്, സുഹൈൽ, അബ്ദുള്ള, മുഹമ്മദ് അലി, ആമീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി അധ്യക്ഷനായി. NK കബീർ, K ഗോവിന്ദൻകുട്ടി, TN നമ്പീശൻ, KR രാധിക, സഫീന അസീസ്, അനിത വിൻസെന്റ്, രഘു കരിയന്നൂർ, സതി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് മാടക്കത്തറ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷോണി പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അനൂപ് ദാസ്, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി NU ശ്രീനിവാസൻ, മുൻ പഞ്ചായത്ത് മെമ്പർ ത്രേസ്യ ദേവസി തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന അനുസ്മരണ സമ്മേളനം മുൻ മണ്ഡലം പ്രസിഡന്റ് KK വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ദിവാകരൻ കുറുപ്പത്ത്, KV അബ്ദുൾ മജീദ്, KM അലി, പ്രവിത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കരുണാദിനമായി ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ യോഗം യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഭാരവാഹികളായ MP സിജോ, സലാം വലിയകത്ത്, PU പ്രകാശ്, VK മോഹനൻ, ബാബു പോൾ തുടങ്ങിയവർ അനുസ്മരണ ചടങ്ങിന് നേതൃത്വം നൽകി. പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനാചരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് VA നദീർ അധ്യക്ഷനായി. CK യുദി, ആന്റണി പയ്യപ്പള്ളി, ജിജോ അരിക്കാടൻ, VS അരുൺരാജ്, ശൈല പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോയേഴ്സ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് PI ലോനപ്പൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബാർ അസോസിയേഷന് മുന്നിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് OP സലീം, അഡ്വക്കേറ്റ് രഞ്ജിത്ത് താണിക്കൽ, അഡ്വക്കേറ്റ് TP വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു മാറ്റാതെ അധികൃതരുടെ അനാസ്ഥ. മരോട്ടിച്ചാലിൽ 2 കുടുംബങ്ങൾ വീട് വിട്ടിറങ്ങി. തൃക്കൂർ, പുത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ മരോട്ടിച്ചാൽ, പുളിഞ്ചോടുള്ള 2 കുടുംബങ്ങളാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിൽക്കുന്ന അപകടാവസ്ഥയിലായ മരങ്ങളെ ഭയന്ന് വീട് വിട്ടിറങ്ങിയത്. തൃക്കൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിലെ താമസക്കാരായ കണ്ണമ്പുഴ പ്രിയ, തച്ചാമറ്റത്തിൽ ആൻസി എന്നിവരാണ് സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിയാതെ മാറി താമസിക്കുന്നത്. ഇവരുടെ വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന പുത്തൂർ പഞ്ചായത്ത് പരിധിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ 3 മരങ്ങളാണ് 2 കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്. ഉണങ്ങിയ തേക്കും തെങ്ങും മരുതുമരവുമാണ് ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലുള്ളത്. മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി വീട്ടുകാർ അധികൃതർക്ക് മുൻപിൽ പരാതിയുമായി പോകാൻ തുടങ്ങിയിട്ട് 1 വർഷം പിന്നിട്ടു. അപ്പോൾ ഈ വീട് പണിയുന്നതിന് മുന്നേ തൊട്ട് ഞാൻ അപേക്ഷ വയ്ക്കാൻ ഞാൻ ആ ചേച്ചിയും കൂടി പോയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഒരു രീതിയിൽ ഒരു നടപടി എടുക്കുകയോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അവസാനം ഞങ്ങൾ രക്ഷയില്ലാണ്ട് പോലീസ് സ്റ്റേഷനിൽ വരെ പോയി. എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. എവിടെ ചെന്നാലും ഞങ്ങളോട് മുറിക്കാം ചെയ്യാം എന്നല്ലാണ്ട് ഒരു കാര്യം അവർ പറയണില്ല. ഒരു ജീവൻ ഒരു വില അവർ തരാത്ത രീതിയിലാണ് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നത്. പുത്തൂർ പഞ്ചായത്തേക്ക് വിളിച്ചു നോക്കി, എന്നിട്ടും അവരൊരു രീതിയിലും നമ്മുടെ അടുത്ത് മുറിക്കാം വന്ന് നോക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഒരു രീതിയിൽ അവർ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പുത്തൂർ പഞ്ചായത്തിൽ നൽകിയ പരാതിയിൽ അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും പഞ്ചായത്ത് രാജ് ആക്ട് 238A പ്രകാരം മരങ്ങൾ മുറിച്ചു നീക്കാൻ സ്വകാര്യ വ്യക്തിക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ മാസം തൃശൂർ സബ് കളക്ടർക്ക് ഇവർ പരാതി നൽകി. എത്രയും വേഗം മരങ്ങൾ മുറിച്ചു നീക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ പുത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട്. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കാറ്റ് വീശുമ്പോൾ വീടിന് മുകളിലേക്ക് മരങ്ങൾ പതിക്കുമെന്ന ഭീതിയിൽ 2 കുടുംബങ്ങളും ഇപ്പോൾ മാറി താമസിക്കുകയാണ്.
അധികൃതർ കൈയൊഴിഞ്ഞതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ വീട്ടുകാർ. TCV ന്യൂസ്, പുതുക്കാട്. കോൺഗ്രസ് നേതാവും സാമൂഹ്യ പ്രവർത്തകനും ഫുട്ബോൾ പ്രേമിയുമായ വി കേശവന്റെ സ്മരണാർത്ഥം എരുമപ്പെട്ടി യങ് ഇന്ത്യ ക്ലബിന്റെ നേതൃത്വത്തിൽ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി യുണൈറ്റഡ് സ്പോർട്സ് ഹബിൽ നടന്ന ടൂർണമെന്റ് കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് രക്ഷാധികാരി MK ജോസ് അധ്യക്ഷത വഹിച്ചു. KR ഗിരീഷ്, ക്ലബ്ബ് പ്രസിഡന്റ് MM സലീം, ന്യൂനപക്ഷ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, കടങ്ങോട് പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കടങ്ങോട് തുടങ്ങിയവർ പങ്കെടുത്തു. 8 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഇരിങ്ങാലക്കുട ട്രിപ്പിൾസ് ആൻഡ് ട്രാക്കിൾസ് വിന്നേഴ്സും കരിക്ക കുന്നംകുളവും റണ്ണേഴ്സുമായി. തൃശൂർ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച KCYM തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ തൃശൂർ അതിരൂപത പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. KCYM അതിരൂപത പ്രസിഡന്റ് ജിഷാദ് ജോസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മെജോ മോസസ്, വിപിൻ ലൂയിസ്, KCYM അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷിജോ പള്ളിക്കുന്നത്ത്, വൈസ് പ്രസിഡന്റ് സ്നേഹ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. ആലുവയിൽ നിന്ന് കാണാതായ 3 പെൺകുട്ടികളെ പുതുക്കാട് നിന്ന് കണ്ടെത്തി. 15, 16, 18 വയസ്സുള്ള പെൺകുട്ടികളെയാണ് ഇന്ന് പുലർച്ചെ മുതൽ കാണാതായത്. നിർധന പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന തോട്ടേക്കാട്ടുകരയിലെ സ്ഥാപനത്തിൽ നിന്നാണ് പെൺകുട്ടികൾ ചാടിപ്പോയത്. ആലുവ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. പെൺകുട്ടികളുമായി പോലീസ് സംഘം ആലുവയിലേക്ക് തിരിച്ചു. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞതോടെ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. മുണ്ടത്തിക്കോട് ഇമാനഗറിലും പുലിക്കുന്നത്ത് പ്രദേശത്തുമാണ് മരം വീണത്. ശക്തമായ കാറ്റിൽ കിഴൂരിൽ വൈദ്യുതി ലൈന് മുകളിലേക്ക് തെങ്ങ് വീണു. കിഴൂര് ചൊവ്വലത്ത് ചന്ദ്രന്റെ വീടിന് മുന്നിലെ വൈദ്യുതി ലൈന് മുകളിലേക്കാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് വീണത്. KSEB ഉദ്യോഗസ്ഥരെത്തി തെങ്ങ് മുറിച്ചുമാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ മലമ്പാമ്പിനെ പിടികൂടി. പന്തിരാംപാല ടൈൽ റോഡിന് സമീപത്താണ് മലമ്പാമ്പിനെ കണ്ടത്. പാടത്തിനരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. തുടർന്ന് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. ഗുരുവായൂർ സ്നേഹസ്പർശത്തിന്റെയും പൗരാവലിയുടെയും ആഭിമുഖ്യത്തിൽ നവതി നിറവിലെത്തിയ RV അലിയെ ആദരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9:30 ടൗൺ ഹാളിൽ നടക്കുന്ന സമാധരണ സദസ്സ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് SP RK ജയരാജ്, ജനറൽ കൺവീനർ PP വർഗീസ്, അനിൽ കല്ലാറ്റ്, KV മുഹമ്മദ് ഉണ്ണി, RV അബ്ദുൾ ലത്തീഫ്, ഇന്ദിര സോമസുന്ദരൻ, ജോർജ് പോൾ നീലങ്കാവിൽ, പ്രഹ്ലാദൻ മാമ്പറ്റ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ജില്ലയിലെ താലൂക്കുകളിലെ 503ഓളം ഗ്രന്ഥശാലകൾ കേരള ബാങ്കിൽ അക്കൗണ്ട് ആരംഭിക്കുന്ന ജനകീയ പദ്ധതിക്ക് തുടക്കമായി. ആദ്യഘട്ടമായി കുന്നംകുളം താലൂക്കിലെ ഗ്രന്ഥശാലകൾ കേരള ബാങ്കിൽ അക്കൗണ്ട് ആരംഭിക്കുന്ന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രവി എലവത്തൂർ, വത്സൻ പാറനു, NB ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6825 രൂപ, പവന് 54,600 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3576 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മധ്യബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപം കൊണ്ടു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. പുള്ളുമനക്കൊടി റോഡിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചു. അന്തരിച്ച രാഷ്ട്രീയ വ്യവസായ സംഘടനാ നേതാവ് ബിന്നി മട്ടിക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. CPM തൃശൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലും സ്പോർട്സ് കൌൺസിൽ ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു.
ജനനായകൻ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 1 വയസ്സ്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ജനകീയ മുഖമായിരുന്നു ഉമ്മൻചാണ്ടി. ജില്ലയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.